ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലിച്ചാറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കേജ് ഫിഷ് ഫാമിംഗ് ഇസ് ബ്രിങ്ങിങ് ഇൻ റിച്ച് പ്രോഫിറ്റ് ഫോർ കേരള ദളിത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഹിയർ ഇസ് ഹൗ എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ആർട്ടിക്കിളാണ്, സോമക് അധികാരിയുടെ ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. This text is an article published by Somak Adhikari on the social impact of self-help entrepreneurial ventures like the cage fish farming. കേജ് ഫിഷ് ഫാമിംഗ് പോലത്തെ സെൽഫ് ഹെൽപ്പ് എൻ്റർപ്രണറിയൽ ആയിട്ടുള്ള വെഞ്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ അതിന് ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടായിട്ടുണ്ടാകുന്ന സോഷ്യൽ ഇമ്പാക്റ്റിനെ കുറിച്ച് സോമക് അധികാരി എഴുതിയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് നമുക്ക് ഈ പഠിക്കാനായിട്ടുള്ള ടെക്സ്റ്റ്. അപ്പോൾ ഈ കേജ് ഫിഷ് ഫാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുമായിരിക്കും, ഇങ്ങനെ കേജ് പോലെ ഉണ്ടാക്കിയിട്ട് വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് അതിനകത്ത് ആ ഒരു കേജിനകത്ത് ഫിഷിനെ വളർത്തുന്നത്. അപ്പോൾ അത് നമുക്ക് വലയിട്ട് ദൂരെ പോയി അങ്ങനെ പുറത്തുകൂടൊന്നും ഫിഷ് പോകില്ല. മാത്രമല്ല അത് നമുക്ക് വലയിട്ട് പിടിക്കേണ്ട അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരുന്നില്ല. അതായത് ഒത്തിരി വൈഡായിട്ടുള്ള സംഭവമല്ല, കേജുകളായിട്ട് അതിനകത്ത് തന്നെയാണ് ഈ ഫിഷുകളൊക്കെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിനകത്ത് തന്നെയാണ് അവരുണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിൽ കൂടെ എങ്ങനെയാണ് ആ ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്, എസ്പെഷ്യലി ഇതിനകത്ത് പറയുന്നത് ദളിത് പീപ്പിളിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറയണേ. കേജ് ഫിഷ് ഫാമിംഗ് is a method of raising fish in enclosed cages in water bodies. വാട്ടർ ബോഡീസിൽ അങ്ങനെ അടച്ച് വെച്ചിട്ടുള്ള കേജുകൾ, അങ്ങനെ അഴിയായിട്ടുള്ള കേജുകൾ ഉണ്ടായിരിക്കും. ആ കേജിനകത്ത് ഫിഷുകളെ ഫാം ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് ആൻ എക്കോളജിക്കലി ആൻഡ് സോഷ്യലി സൗണ്ട് ഫാമിംഗ് സ്ട്രാറ്റജി ദാറ്റ് ഈസ് ഈസി ടു മാനേജ് ആൻഡ് കൻ സെർവ് ആസ് എൻ എക്കണോമിക് ലൈഫ് ലൈൻ ഫോർ കമ്മ്യൂണിറ്റീസ്. അപ്പോൾ എല്ലാ കമ്മ്യൂണിറ്റീസിനും അത് നല്ലൊരു എക്കണോമിക്കായിട്ട് സ്റ്റേബിളാക്കാൻ സാധിക്കുന്ന, അതേപോലെ തന്നെ എക്കോളജിക്കലി ആണെങ്കിലും സോഷ്യൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഈസിലി മാനേജ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സംരംഭമാണ്. ദിസ് ടെക്സ്റ്റ് ഇൻട്രൊഡ്യൂസസ് എ സോഷ്യൽ പ്രൊജക്ട് അണ്ടർടേക്കൺ ബൈ എ ദളിത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് കോൾഡ് പുഴയോരം, എയിംഡ് അറ്റ് അപ്ലിഫ്റ്റിംഗ് ദ സോഷ്യലി മാർജിനലൈസ്ഡ് ദളിത് കമ്മ്യൂണിറ്റീസ് ഓഫ് ദ എറണാകുളം ഡിസ്ട്രിക്ട് ത്രൂ ദ സപ്പോർട്ട് ആൻഡ് ബാക്കപ്പ് ഓഫ് CMFRI ആൻഡ് ദ ലോക്കൽ ഗവർണിംഗ് ബോഡീസ് ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ സ്റ്റേറ്റിനെയും അതേപോലെ തന്നെ CMFRI, അതായത് സെൻട്രൽ മെറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കേട്ടോ. അപ്പോൾ അവരുടെയൊക്കെ ഹെൽപ്പോട് കൂടിയിട്ട് എറണാകുളം ജില്ലയിലുള്ള ദളിത് കമ്മ്യൂണിറ്റീസിൻ്റെ ഒരു ഗ്രൂപ്പാണ് കേട്ടോ. അവരുടെ ആ ഗ്രൂപ്പിൻ്റെ, ആ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൻ്റെ പേരാണ് പുഴയോരം, അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അവരാണ് ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദളിത് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, അത്തരത്തിൽ മാർജിനലൈസ് ചെയ്യപ്പെടുന്ന വിഭാഗങ്ങളുടെ ഉന്നമനത്തിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഒരു ആർട്ടിക്കിൾ നോക്കാം നമുക്ക്. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് സ്ട്രഗിൾസ് ഓഫ് മേക്കിംഗ് എ ലിവിംഗ് ഡ്യൂ ടു ദ കോവിഡ് ലോക്ക്ഡൗൺ, കേജ് ഫിഷിംഗ് ഈസ് പ്രൊവൈഡിംഗ് ടു ബി എ ബൂൺ ഫോർ ദ ദളിത് ഫിഷ് ഫാമേഴ്സ് ഇൻ ദ എറണാകുളം ഡിസ്ട്രിക്ട് ഓഫ് കേരള ആസ് പെർ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്. അതായത് ഒരു കോവിഡ് ലോക്ക്ഡൗൺ ഒക്കെ വന്ന സമയത്ത് മത്സ്യബന്ധനത്തിനാണെങ്കിലും അതേപോലെ പലതരത്തിലുള്ള എല്ലാ മേഖലകളിലും അതെന്ത് സംഭവിക്കുകയാണ്, ഒരു കുത്തനെ ഒരു ഇറക്കം സംഭവിച്ച പോലത്തെ ഒരു അവസ്ഥയായിപ്പോയി. നമുക്കറിയാമല്ലോ അല്ലേ. എല്ലാ മേഖലകളെയും കാര്യമായി ബാധിച്ച ഒരു സിറ്റുവേഷൻ ആയിരുന്നു കോവിഡിൻ്റെ ലോക്ക്ഡൗൺ കാലഘട്ടം. അപ്പോൾ ആ ഒരു കാലഘട്ടങ്ങളിൽ ഈ ഒരു കേജ് ഫിഷിംഗ് എന്ന് പറഞ്ഞ് വളരെ പോസിറ്റീവായിട്ട് ദളിത് ഫിഷ് ഫാർമേഴ്സിന്, ഫിഷ് ഫാമിംഗ് ചെയ്തിട്ടുണ്ടായിരുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അത് വളരെ ഹെൽപ്ഫുള്ളായിട്ട്, എറണാകുളം ജില്ലയിലുള്ള ആളുകൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അത്. പുഴയോരം എ ദളിത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഇൻ മരട് ഹാർവെസ്റ്റഡ് 600 kilogram ഓഫ് പേൾ സ്പോട്ട് ഫ്രം എ 4x4 മീറ്റർ സ്ക്വയർ സൈസ്. അപ്പോൾ ഈ പുഴയോരം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പാണ് അല്ലേ. അപ്പോൾ മരട് ഭാഗത്താണ് അത് മെയിനായിട്ട് അവർ വരുന്നത്. അപ്പോൾ അവർ ആ ഒരു സമയത്ത് ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 600 kilogramോളം എന്തുണ്ടായിരുന്നു, പേൾ സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കരിമീനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 600 കിലോഗ്രാമോളം അവർ കരിമീനിൻ്റെ കൃഷി അവർക്ക് കറക്റ്റായിട്ട് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ അത്രയും മീനുകളെ അവർക്ക് അതിൻ്റെ റിസൾട്ടായിട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൈസാണ് പറയുന്നത്, 4x4 മീറ്റർ സ്ക്വയർ സൈസിലാണ് അവർ ആ ഒരു കേജൊക്കെ ഉണ്ടായിരുന്നത്. ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇത്രയും എന്താ പറയുക മത്സ്യങ്ങളെ അവർക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ദിസ് ഹാപ്പൻഡ് ഇൻ ദ മരട് നെട്ടൂർ ബാക്ക് വാട്ടേഴ്സ്. മരട് നെട്ടൂർ ഭാഗത്തുള്ള ബാക്ക് വാട്ടേഴ്സിലാണ് ഈ ഒരു സംഭവം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. The harvested fish was completely sold out on the spot itself, and the self-help group reaped a profit of rupees 2,73,000 from the 10-month farming that was launched in October last year by stocking 2,000 seeds of pearl spot. അപ്പോൾ ഇത് ആ ഒരു മത്സ്യം പിടിച്ച ആ ഒരു സമയത്ത് തന്നെ, ഹാർവെസ്റ്റ് ചെയ്ത ആ സമയത്ത് സ്പോട്ടിൽ തന്നെ അത് ഫുള്ള് ചിലവായി പോയി എന്നാണ് പറയുന്നത്, വിറ്റുപോയി എന്നാണ് പറയണം. അപ്പോൾ ആ ഒരു സമയത്ത് അവർക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2 ലക്ഷത്തിന് മുകളിലാണ്, 2.25 ലക്ഷത്തിനടുത്ത് അവർക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു.
അത് അവർക്ക് അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് ഒരു 10 മാസം കാലയളവാണ്. 10 മാസം കാലയളവിലാണ് ഒരു ഫാം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒക്ടോബർ ലാസ്റ്റ് ഇയറിലായിരുന്നു അവർ എന്ത് ചെയ്തിട്ടുണ്ട്, 2000-ഓളം സീഡുകൾ, പേൾ സ്പോട്ടിൻ്റെ സീഡുകൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് അവർ ആ മത്സ്യകൃഷി നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് CMFRI പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള K. മധു പറയുന്നതാണ് കേട്ടോ. ദ കോവിഡ് സിറ്റുവേഷൻ ആൻഡ് ലോക്ക്ഡൗൺ ഹാഡ് എ കാസ്കേഡിംഗ് എഫക്റ്റ് ഓൺ ദ ലൈവ്സ് ഓഫ് ദി ഫാമിലീസ് ഇൻ ദ റീജിയൻ. ആ ഭാഗങ്ങളിലെ ആളുകൾക്കൊക്കെയും വളരെ മോശമായ ഒരു സിറ്റുവേഷൻ എഫക്റ്റ് ആയിരുന്നു ലോക്ക്ഡൗൺ കാരണം വന്നിട്ടുണ്ടായിരുന്നത്. ദ കേജ് ഫാമിംഗ് വെഞ്ചർ ഹാസ് ഹെൽപ്ഡ് ദം സസ്റ്റെയിൻ ദെയർ ലൈവ്ലിഹുഡ് ടു എ സർട്ടൺ എക്സ്റ്റെൻറ്റ്, ഹി ആഡഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കേജ് ഫാമിംഗ് എന്ന് പറയുന്നത് അവരുടെ ആ ഒരു നിലനിൽപ്പിനെ അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത ഉപാധി എന്നുള്ള രീതിക്ക് അവർക്ക് ഒരു ലെവൽ വരെ അവരെ ഒരുപാട് ഹെൽപ്ഫുൾ ആക്കി വെച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതൊന്നും ഇല്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നിരുന്ന ഒരു കോവിഡ് കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ഐഡിയ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു എന്നാണ് പറയണം. ഈ കേജ് ഫാമിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. കേജ് ഫാമിംഗ് വാസ് പാർട്ട് ഓഫ് എ സ്പെഷ്യൽ പ്രോഗ്രാം പ്രൊവൈഡഡ് അണ്ടർ ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് സബ് പ്ലാൻ ഓഫ് ദ സെൻട്രൽ മെറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ CMFRIയുടെ ആ ഒരു കേജ് ഫാമിംഗ് എന്ന് പറയുന്നതിൻ്റെ ഒരു പാർട്ടായിരുന്നു, സ്പെഷ്യൽ പ്രോഗ്രാമായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഷെഡ്യൂൾഡ് കാസ്റ്റ് സബ് പ്ലാനിൻ്റെ ഒരു അണ്ടറിലാണ് ഈ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്, ആരാ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്? സെൻട്രൽ മെറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ആണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. മരട് മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ രശ്മി സനിൽ ഇനാഗുറേറ്റഡ് ദ ഹാർവെസ്റ്റിംഗ്. അപ്പോൾ ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് മരട് മുനിസിപ്പാലിറ്റിയിലെ വൈസ് ചെയർപേഴ്സൺ ആയിട്ടുള്ള രശ്മി സനിലും ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പിക്ചറും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടുതൽ നമുക്ക് വായിക്കാനുള്ള ലിങ്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് വായിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ വായിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് അതിനകത്ത് ഷോർട്ട് ആയിട്ടുള്ള ചെറിയ കാര്യങ്ങളെ പറയുന്നുള്ളൂ. ജസ്റ്റ് അതിൻ്റെ ഒരു ടേമുകളും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വയ്ക്കുക കേട്ടോ. താങ്ക് യു.